ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ നിങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കളേഴ്സ് ബേക്സ് ചെയ്യുന്ന പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കളേഴ്സ് ബേക്സിൻ്റെ ഈ ഒരു ടെഡി ബിയർ കേക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും ആയി തന്നെ ഒരു വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വേഗം വീഡിയോയിലോട്ട് കിടക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 6 ഇഞ്ച് ടിന്നാണ്. 2 kg സ്പഞ്ചാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ബോഡി പാർട്ട്, ഹെഡ് പാർട്ട്, അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ബോഡി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഫ്ലേവറായിട്ട് നമ്മൾ ഫ്രഷ് മാങ്കോ ആയിരുന്നു എടുത്തിരുന്നത്. ക്രെം കോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ശരിക്കും കൂളാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ടെഡി ബിയറിൻ്റെ ഷേപ്പ് മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുക. വിചാരിക്കണ പോലെ കട്ടിങ് അത്ര ഈസി പരിപാടിയൊന്നും അല്ല കേട്ടോ. കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പരിധി വരെ ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്നത് അതിലായിരിക്കും. പിന്നെ ഹെഡ് പോർഷൻ ചെയ്തത് സ്ട്രോബെറി ഫ്ലേവറിലാണ്. അതും 6 ഇഞ്ച് ടിന്നിൽ തന്നെ നമ്മൾ ചെയ്തത്. ഹെഡ് പോർഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ബോളിൻ്റെ ഷേപ്പ് പോലെ മനസ്സിലങ്ങ് കണ്ടിട്ടങ്ങ് ഹെഡ് അങ്ങ് കട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ 1 kgയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹെഡ് ചെയ്തപ്പോൾ കട്ട് ചെയ്തപ്പം തന്നെ കുറേ പോയി. ഒരു 3/4 കിലോളം ഒക്കെ മതിയാവും. ഞാനിത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, കുറേ വരതല്ലോ എന്ന് വെച്ചിട്ടാണ് അത്രയും 1 kgയിലെടുത്ത് ചെയ്തത്. ആ പീസസ് എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. കുറേയൊക്കെ കൈയും കാലും ചെവിയൊക്കെ ചെയ്ത് ആ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ കേക്ക് പീസസ് വെച്ചിട്ടാണ്. പിന്നെ വലിയ കട്ട് പീസൊക്കെ ഇവിടെ എല്ലാവരും കഴിച്ചു കേട്ടോ. മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തായതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിനുള്ള സ്ട്രോബെറി കേക്കും ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഫ്രഷ് മാംഗോ ആണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ സ്ട്രോബെറി അവരെല്ലാവരും കഴിച്ചു, മാംഗോ കട്ട് ചെയ്ത പീസ് ഞങ്ങളും കഴിച്ചു. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഒന്നും വേസ്റ്റ് ആയില്ല, എല്ലാം യൂസ് ആയി പോയിട്ടോ. ഈ ഒരു ടൈപ്പ് കേക്ക് ചെയ്യുമ്പോൾ നോർമൽ ഫ്ലേവർ സെലക്ട് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് വാനില, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, അല്ലെങ്കിൽ നോർമൽ ചോക്ലേറ്റ്, അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് മാംഗോയും പിന്നെ സ്ട്രോബെറി ആണല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. കേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രഷ് മാംഗോ ഫില്ലിങ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിലൊക്കെ കയറ്റി വയ്ക്കുമ്പോൾ ഇച്ചിരി റിസ്ക്കാണ്. കുറച്ചും കൂടെ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയേക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റാവുന്ന ഒരു ഫ്ലേവറാണ് ഇതിന് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രീം ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ഫുൾ എനർജി ഇരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കവറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു 2 ടയർ കേക്ക് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോകാം കേട്ടോ. കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വച്ചേക്കണ ബോഡി പാർട്ടിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഹെഡ് പാർട്ട് എടുത്ത് വയ്ക്കണം. സാധാരണ നമ്മൾ 2 ടയറിൽ ചെയ്യാറില്ല, അതുപോലെ വലിയ സീനുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3-4 സ്റ്റിക്കൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ വീട്ടിലോട്ടായതുകൊണ്ട് 2 ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ട്രാൻസ്പോർട്ടേഷനൊന്നും വരണില്ലല്ലോ. ഇതിനോടൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ് പോർഷൻ ചെറുതായിട്ടൊന്ന് വലുതായിട്ട് എനിക്ക് തോന്നി, ഇച്ചിരി ഒരു വലുപ്പം പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെഡ് പോർഷനിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ക്രീം കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പാലറ്റ് നൈഫിനേക്കാളും നല്ലത് നമ്മുടെ ചെറിയ പാലറ്റ് നൈഫില്ലേ, അത് വെച്ചിട്ട് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഷേപ്പ് കണക്കിന് എല്ലായിടത്തേക്കും നമുക്കിത് എത്തിക്കാൻ പറ്റും. എല്ലാ മൂലയിലോട്ടൊക്കെ നമുക്ക് ആ ക്രീം ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്ത് വിടാൻ പറ്റും, ചെറിയ പാലറ്റ് നൈഫ് ആണെങ്കിൽ. ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്കിത് ചെയ്യാനുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഈ ബേക്കിങ്ങിനോടുള്ള ഒരു പാഷനൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കട്ടിംഗ് ആണ്. ആ ബോഡിയും ഹെഡും തമ്മിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പില്ലേ, അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളിവിടെ കാലാണ് ചെയ്ത് കൊടുക്കുന്നത്, 2 കാല്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള കേക്കിൻ്റെ പീസസ് ഇല്ലേ, അത് ജസ്റ്റ് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കൂൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴെ വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെഡൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്ക് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ഭാഗം പൊന്തി നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, ഇടയ്ക്കൊക്കെ ചെറിയ പാർട്ട് ഇച്ചിരി പൊന്തി നിൽക്കുന്നോണെന്ന് തോന്നിയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ കൈ നമ്മൾ ചെയ്യുന്നുണ്ട്, അതും നമ്മൾ ഇതുപോലെ തന്നെ ഈ പീസസ് വെച്ചിട്ടാണ്. ഈ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്ന കേക്ക് പീസസ് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയിട്ടാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. കുറച്ചും കൂടെ സെറ്റായിട്ടിരിക്കും. ഇപ്പോൾ ഇച്ചിരി ട്രാവലിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായിട്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളാക്കിയിട്ട് എടുത്താൽ. ഇത് വച്ചിട്ട് നമ്മളതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൂത്ത് പിക്കും വലുതും കൊടുക്കുന്നുണ്ട്, അതൊരു സപ്പോർട്ടായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി റിസ്ക് ആയിട്ട് തോന്നിയത് കൈ വെച്ചപ്പോൾ തന്നെ കേട്ടോ. ഒരു ഫ്രീ സ്പേസിലോട്ട് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുമല്ലേ,
അപ്പോൾ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അധികം അത് കൂൾ ചെയ്യാൻ നിന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കൈയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയിട്ട് ഒന്ന് സെറ്റാക്കണം, ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടാണ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറേ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെന്തായാലും പോവില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു. പുറത്തോട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് വച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ബോഡി ഫുള്ള് ആ ഒരു കളറിൽ കൊടുക്കുക. ഏത് കളറിലാണോ നമ്മൾ പുറത്ത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിൽ തന്നെയുള്ള ഒരു ക്രീമായിരിക്കണം നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രാസ് നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നാൽ തന്നെയും അത് ഉള്ളിലോട്ട് ആ ഒരു വ്യൂ കിട്ടാണ്ടിരിക്കാൻ നമ്മൾ ആ ഒരു കളറിൽ തന്നെ അതിൻ്റെ ബോഡി ഫുള്ള് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ടാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ചെവി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെവി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ചെയ്തത് നമ്മൾ ഈ കേക്കിൻ്റെ സെറ്റ് ചെയ്യുമ്പോൾ സിക്കിൾസ് പോപ്സൊക്കെ ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ്. കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ അത് ചെയ്തിട്ട് ശരിക്കും ഫ്രീസറിൽ വെച്ച് നമ്മൾ സെറ്റാക്കൂലേ അതുപോലെ തന്നെ സെറ്റാക്കിയിട്ട് ടൂത്ത് പിക്ക് വഴി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനിയാണ് മക്കളെ 8ൻ്റെ പണി കിട്ടുന്നത്. നമുക്ക് ഗ്രാസ് നോസിൽ വെച്ചിട്ട് കേക്ക് മൊത്തം നമുക്ക് ഈ ഒരു രീതിയിൽ കവർ ചെയ്യണം. ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ കവർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു പണിയാണ്. കാര്യം കാണുമ്പോൾ ഏറ്റവും സിമ്പിൾ പണി അതാണെന്ന് തോന്നുമെങ്കിലും വെറുതെയാണ്, നല്ല കഷ്ടപ്പാടാണ് അത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ അത് ഫുള്ളിങ്ങനെ കവർ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒന്നാമത്തെ എൻ്റെ ഗ്രാസ് നോസിൻ്റെ അറ്റത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് തുടച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് വരും, ചില ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കഷ്ടപ്പാട് ഈ ഒരു പണിയും കൂടെ ആയിരുന്നു കേട്ടോ, ഫുള്ള് കവർ ചെയ്യൽ. കുറേ നേരം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനവിടെ കസേരയിട്ട് ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് മോൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണതാണല്ലോ, അപ്പോൾ മോള് വരണേക്കാൾ മുന്നേ എനിക്കിത് കാണിക്കണം. ഞാനത് ആ ഷോർട്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ചെയ്ത് തീരില്ല. അപ്പോൾ ആ ഫ്രണ്ട് പോർഷൻ മാത്രം ഞാൻ അങ്ങോട്ട് വേഗം ആ ഒരു നോസിൽ വെച്ചിട്ട് ആ ഒരു ഡിസൈൻ മൊത്തം ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിൽ ഭാഗത്ത്. എന്നിട്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്ത് വെച്ചിങ്ങനെ ഫോണ്ടൻ വർക്കൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഫോണ്ടൻ്റ് വർക്ക് ഇങ്ങനെ കൊടുക്കണം. ആ കാലിൻ്റെ അവിടെയും പിന്നെ ചെവിയുടെ അവിടെയും 2 പാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻ്റ് നേരത്തെ തന്നെ ചെയ്ത് സെറ്റാക്കി ഡ്രൈ ആക്കി വച്ചേക്കണമായിരുന്നു. പിന്നെ ആ ഒരു മൗത്ത് പോർഷൻ നമ്മൾ ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടൂത്ത് പിക്ക് വഴി സെറ്റ് ചെയ്തിട്ടാണ് ഒന്ന് വച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് കുറേ പേര് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ഐസിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു റൗണ്ടിൽ വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് അങ്ങനെയാണ് പൊതുവെ കണ്ടേക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു ചെറിയ ബ്ലാക്ക് കളർ ഫോണ്ടൻ്റ് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതും ഒന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ടാണ്. ശരിക്കും ഒരു ബോൾ പോലത്തെ കുഞ്ഞ് ബോൾ പോലെ ഉരുട്ടിയിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വൈറ്റ് ഷെയ്ഡോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു തിളക്കം പോലെ എനിക്കും തോന്നിയായിരുന്നു, ഒരു ഭംഗി തോന്നിയായിരുന്നു ആ ഒരു കണ്ണിന്. അപ്പോൾ അവിടെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സാധാരണ വെറും ബ്ലാക്ക് ഫോണ്ടൻ്റ് ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ സെറ്റാക്കി റെഡിയാക്കി മോള് വന്നപ്പോഴത്തേക്കും കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മോളിതാ ഈ ഒരു വ്യൂ കാണിച്ചു കൊടുത്തു. മോള് ഹാപ്പിയായി. മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുള്ള ഒരു ക്ലൂ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചെയ്തു തരാം, ഇതുവരെ ചെയ്യാത്തൊരു കേക്ക് ചെയ്യാൻ പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആൾക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെറിയൊരു പണി പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, റാബിറ്റിനെ ചെയ്തിട്ട് ആ കയ്യിലൊന്ന് പിടിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടൻ്റ് ജസ്റ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ആ ഒരു റാബിറ്റിൻ്റെ കൈ ചെയ്തെടുക്കലും ആ ഒരു ഉണ്ട പോലെ ഹെഡ് വെച്ചിട്ട് 2 ചെറിയ ബ്ലാക്ക് സ്പോട്ട് കൊടുത്തിട്ട് കാലും അതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുത്തു. അത് ആദ്യം ചെയ്യാൻ പാടുണ്ടായില്ല, ജസ്റ്റ് വച്ചു കൊടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം വച്ചു കൊടുക്കുമ്പോഴേ. പിന്നെ ആ റാബിറ്റിൻ്റെ കൈ കുറച്ചൊന്ന് വലുതായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ ഇച്ചിരി ചെറിയ കൈ വച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ ഒന്ന് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് കിട്ടിയ സ്വീറ്റ് ക്യൂട്ട് ടെഡി ബിയർ ഇതായിരുന്നു കേട്ടോ. കുറേ പേര് ഷോർട്സിലൂടെയൊക്കെ ചോദിച്ചു ഇതെങ്ങനെ കട്ട് ചെയ്യാൻ തോന്നിയെന്ന്. ശരിയാട്ടെ, ഇച്ചിരി ദണ്ണം ഉണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ടെഡി ബിയർ കേക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മാത്രം മറക്കരുത്, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം കേട്ടോ. താങ്ക്